ദാനധർമ്മങ്ങളുടെ വർഷമായാണ് 2017 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആചരിക്കുന്നത്. ഈ വർഷം ഏതാണ്ട് 1000-ലധികം പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിന്റെ പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. സഹൽ റിയാസ് ഒരു സാധാരണ ചിത്രകാരനല്ല. ബലഹീനതകളെ മറികടന്ന് കഴിവ് തെളിയിച്ച ചിത്രകാരനാണ്. സഹലിന്റെ കൈകൾക്ക് ധൈര്യം പകർന്നത് ഉമ്മ ഷബാനയും. മകന്റെ കുറവുകൾ മറികടക്കാൻ സഹായമായി എത്തിയ ഈ ഉമ്മയാണ് അറേബ്യൻ സ്റ്റോറീസിലെ ഫോളോ മീയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഷബാനയുടെ കാഴ്ചയിലൂടെ സഹലിന്റെ കഴിവുകൾ നമുക്ക് കണ്ടറിയാം. സ്നേഹം നിറഞ്ഞ മനസ്സും ഇച്ഛാശക്തിയും കൊണ്ട് ഓട്ടിസം ബാധിച്ച മകനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിച്ചിരിക്കുകയാണ് ഒരു ഉമ്മ. ഒരു കാലത്ത് കൈവിട്ടാൽ കടിയും കാണാമറയത്തേക്കുള്ള ഓട്ടവുമായിരുന്ന മകൻ സഹൽ റിയാസിനെ തുടർച്ചയായ ചികിത്സയും സ്നേഹവും പരിചരണവും നൽകി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഷബാന കൈപിടിച്ച് നടത്തിയിരിക്കുന്നു. സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിലും വലിയ മാറ്റത്തിനാണ് അത് വഴിവെച്ചത്. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി മകനെ ഉമ്മ ഷബാനയും ഉപ്പ റിയാസുദ്ദീനും മിടുക്കനാക്കിയിരിക്കുന്നു. തനിക്കുള്ള ബലഹീനതകൾ മറികടന്ന് ചിത്രം വരയിലൂടെ സന്തോഷം കണ്ടെത്തിയ ഓട്ടിസം ബാധിച്ച 16-കാരനെയാണ് ഇന്ന് ഷാർജയിലെ വീട്ടിൽ കാണാൻ കഴിയുക. പെയിന്റും ബ്രഷും മേടിക്കാനെങ്കിലും മോശമല്ലാത്ത പ്രതിഫലം അവന്റെ ചിത്രങ്ങൾക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ഷാർജ മാർത്തമ പള്ളിയിൽ നടന്ന ഒരു ക്യാമ്പാണ് ഇതിന് വഴിമരുന്നിട്ടത്. വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് മുന്നിൽ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കാൻ ഈ ക്യാമ്പ് പഠിപ്പിച്ചു. ഉമ്മ ഷബാന ആദ്യം ഈ വിദ്യ മനസ്സിലാക്കി. പിന്നീട് സമയമെടുത്ത് മകൻ സഹലിനെ പഠിപ്പിച്ചു കൊടുത്തു. പാരന്റ് ഗ്രൂപ്പ് ഉണ്ട്, ഹെവൻലി ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ പാരന്റ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പാണ് ഹെവൻലി ഏഞ്ചൽസ്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ കുട്ടികളെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് കൂട്ടായ്മയും കുറച്ചൊക്കെ ഇതെല്ലാം ഉണ്ട്, പ്രോഗ്രാംസൊക്കെ നടത്താറുണ്ട്. അപ്പം അതിൽ നമ്മൾ മാർത്തോമ ചർച്ചിലെ ടീം ഞങ്ങൾ മന്ത്ലി ഒരിക്കൽ ഞങ്ങൾ അവർ സ്പെഷ്യൽ നീഡ്സിന് അവർ സ്പേസ് തരുന്നുണ്ട്. ഒരു സെഷൻ അവർ ടീച്ചേഴ്സ് കുട്ടികൾ ക്ലാസ് എടുക്കും. അപ്പോൾ അങ്ങനെ അവർ അവിടെ നിന്നാണ് ഈ ക്യാൻവാസിൽ എങ്ങനെ പെയിൻറ്റ് ചെയ്യും എന്നുള്ളത് ഒരു ദിവസം മീനു മാം ആയിരുന്നു. അപ്പോൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അവൻ അന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഇൻട്രസ്റ്റിൽ അവന് നന്നായിട്ട് ചെയ്തു. നല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തിട്ടും അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. മാമിനോട് ചോദിച്ചു, മാം അതെങ്ങനെയൊക്കെ ചെയ്യണം, അക്രൈലിക് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതൊക്കെ അവരെ ഒരുപാട് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഗൂഗിൾ ചെയ്താലും യൂട്യൂബിലൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞു. അങ്ങനെ സെർച്ച് ചെയ്തു. പിന്നെ ഞാൻ നേരെ തന്നെ അവനെ ഈ ഇതിൽ തന്നെ ക്യാൻവാസിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇവർക്ക് മീഡിയം മാറ്റണമെങ്കിൽ ഇവർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ പേപ്പറിൽ ചെയ്തിട്ട് പിന്നെ അടുത്ത് ക്യാൻവാസിലേക്ക് അത് ആ ഒരു ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് നേരെ ക്യാൻവാസ് തന്നെ വാങ്ങിച്ചിട്ട് ചെയ്യിപ്പിക്കൽ തുടങ്ങി. ഇന്ന് റിയാസ് ഒരു ചിത്രകാരനാണ്. നോക്കി വരച്ചും ഉമ്മ പഠിപ്പിച്ചും അവൻ കുറെ പടങ്ങളുടെ സൃഷ്ടാവായിരിക്കുന്നു. ആബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് ആണ് മെയിനായിട്ട് അവന് പറ്റുന്നത്. മറ്റുള്ളത് ഒരു ഫേസ് വരക്കാനോ അതൊന്നും അവനിപ്പം പറ്റില്ല. വരക്കുമായിരിക്കും, പക്ഷെ ആ ഒരു ഫേസിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാവും, പക്ഷെ അതൊരു നീറ്റിലൊന്നും വരും. ആബ്സ്ട്രാക്റ്റ് ആകുമ്പോൾ അവൻ എങ്ങനെ ചെയ്താലും അതിനൊരു ഭംഗിയുണ്ട്. പെയിൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവന് നല്ല ഇൻട്രസ്റ്റിൽ വരും അത് ചെയ്യാൻ വേണ്ടി. അവൻ്റെ ആ ഇൻട്രസ്റ്റാണ് നമ്മളിങ്ങനെ. ബഹിരാകാശവും പ്രകൃതിയും കൃത്യമല്ലാത്ത രൂപങ്ങളില്ലാത്ത ചിത്രങ്ങളും അവന്റെ വിറയാർന്ന കൈവിരലുകളിൽ നിന്നും പിറക്കുന്നു. വലുതല്ലെങ്കിലും മോശമില്ലാത്ത പ്രതിഫലം സഹലിന്റെ ചിത്രങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അധികം ഗിഫ്റ്റൊക്കെ കൊടുക്കുമായിരുന്നു പെയിൻറ്റിങ്. പിന്നെ കൊടുക്കുന്ന ആൾ തന്നെ അവന് പറഞ്ഞു അങ്ങനെ പാടില്ല ഗിഫ്റ്റ് അവന് ചെയ്യുന്നതിന്. അങ്ങനെ അവർ എല്ലാവരും വാങ്ങിക്കൽ തുടങ്ങി. അപ്പം ഒന്നും കൂടി കുട്ടി ഭയങ്കര അവനാ മനസ്സിലായി ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും. പൈസൻ്റെ വാല്യൂ ഒന്നും ഞങ്ങൾ ഒരുപാട് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഉണ്ടായി. ഇപ്പോൾ അവന് പൈസൻ്റെ വാല്യൂ അവനറിയാം. അവന് കിട്ടുന്ന പൈസ കൊണ്ടുപോയിട്ട് അവൻ്റെ മണി ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇടുക. അത് അവർ സൂക്ഷിച്ച് വെക്കേണ്ട സാധനമാണ്. ഭയങ്കര അവർ കൊടുക്കുമ്പം തന്നെ അതിന് ഇത് ചെയ്യുന്നുണ്ട്, അവന് പ്രതീക്ഷിക്കുന്നുമുണ്ട്.
അൽനൂർ സ്പെഷ്യൽ സ്കൂളിലെ പഠന സമയത്തിന് ശേഷവും അവധി ദിവസങ്ങളിലും സഹൽ പടം വരയ്ക്കാൻ സമയം കണ്ടെത്തുന്നു. ഇതിനകം ചിലയിടങ്ങളിൽ തന്റെ ചിത്രങ്ങളുടെ പ്രദർശനവും ഈ മിടുക്കൻ നടത്തിക്കഴിഞ്ഞു. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും കൂട്ടായ്മയായ ഹെവൻലി ഏഞ്ചൽസിലും സഹലും കുടുംബവും സജീവമാണ്. ചിത്രം വരയ്ക്കൊപ്പം അസലായി ഭക്ഷണമുണ്ടാക്കാനും ദുബായ് അൽനൂർ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ സഹലിനറിയാം. അതുകൊണ്ട് തന്നെ ഉമ്മയെ സഹായിക്കാൻ ഒരു വിളിക്കപ്പുറം അവൻ അടുക്കളയിലേക്ക് ഓടിയെത്തും. ഇത്തരം കുട്ടികളെ മുറിക്കുള്ളിൽ പൂട്ടിയിടുന്ന രക്ഷിതാക്കളോട് സഹലിന്റെ ഉമ്മയ്ക്ക് പറയാനുള്ളത് ഒന്നു മാത്രം: അവരെ തുറന്നു വിടുക, അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം കൂട്ടായി നടക്കുക. ചില പാരൻസിന് ഞങ്ങൾ വിളിക്കും പ്രോഗ്രാം. അവർ എൻ്റെ കുട്ടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ, അവനൊന്നും ചെയ്യില്ല. നമ്മൾ നിങ്ങൾ കൊണ്ടുപോവാ, എന്നിട്ട് ഞങ്ങൾ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട്, ഞങ്ങൾ സിബ്ലിങ്സിനെ, ഞങ്ങൾ ഈ സിബ്ലിങ്സിനെ ഞങ്ങൾ പുറത്തുനിന്ന് വേറെ ഒരാളെ ചെയ്യുന്നില്ല. നമ്മൾ ഈ സിബ്ലിങ്സിനെ തന്നെ ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. മക്കളെ ഉപേക്ഷിക്കുന്നവർ ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ മകന്റെ ബലഹീനതകളും കുറവുകളും മനസ്സിലാക്കി ഉമ്മ ഷബാനയും ഉപ്പ റിയാസും എപ്പോഴും സഹലിനൊപ്പമുണ്ട്. അതിർത്തികൾ പിന്നിട്ട് എങ്ങനെ കച്ചവടങ്ങൾ നടത്തണം, എന്തൊക്കെ കച്ചവടം ചെയ്യണം എന്ന് ലോകത്തെ പഠിപ്പിച്ച പേർഷ്യൻ രാജ്യങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് ഇറാനുള്ളത്. എന്തൊക്കെ കച്ചവടം ചെയ്യണം, എങ്ങനെയൊക്കെ കച്ചവടം ചെയ്യണമെന്ന് ഇറാൻ ഈ ലോകത്തെ പഠിപ്പിച്ചു. രാഷ്ട്രീയ മേഖലകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ഇറാൻ പവലിയൻ വലിയ അനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. ഇറാൻ്റെ പ്രൗഢി അതേ രീതിയിൽ മനസ്സിലാക്കാനും അനുഭവിക്കാനുള്ള കാഴ്ചകളാണ് ഇറാന്റെ ഈ പവലിയനിൽ ഉള്ളത്. ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചയിലേക്കാണ് അറേബ്യൻ സ്റ്റോറീസിന്റെ യാത്ര. കവാടം തന്നെ ഇറാന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്നതാണ്. പഴയകാലത്ത് ഇറാൻ വാസ്തുവിദ്യയിൽ അടിസ്ഥാനമാക്കിയാണ് പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം. പൗരാണിക കാലത്തെ കോട്ടകൊത്തളങ്ങളുടെ തൂണുകളും സിംഹാസനങ്ങളും ഇവിടെ ഭംഗിയായി കാഴ്ചക്കാർക്ക് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്നു. കുങ്കുമവും തേനും പരവതാനികളും കരകൗശല വസ്തുക്കളും അടക്കം ഇറാന്റേതെന്ന് അവകാശപ്പെടുന്നതെല്ലാം ഗ്ലോബൽ വില്ലേജിൽ ഇറാൻ നിരത്തിയിരിക്കുന്നു. പ്രകൃതിദത്ത തേൻ ഉൽപാദനത്തിൽ ലോകത്തിൽ തന്നെ 8ാം സ്ഥാനമുണ്ട് ഇറാന്. മലയിടുക്കുകളിൽ നിന്നുള്ള പ്രകൃതിദത്ത ഇറാൻ തേനിന് ആവശ്യക്കാർ ഏറെയുണ്ട്. കുട്ടികൾ ഉണ്ടാകാത്തവർക്കുള്ള തേൻ ഉപയോഗിച്ചുള്ള ഔഷധക്കൂട്ടും ഇറാന്റെ പവലിയനിലെത്തിയാൽ കിട്ടും. കൈകൾ കൊണ്ട് തീർത്ത പരവതാനികൾ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. പ്രകൃതിദത്ത നിറങ്ങളാണ് ഈ പേർഷ്യൻ രൂപകൽപ്പനയിൽ തീർത്തിരിക്കുന്ന പരവതാനികളിലുള്ളത്.
ത്രിമാനമുള്ള എണ്ണച്ചായ ചിത്രങ്ങൾ, മനോഹരമായ രൂപകൽപ്പനകളുള്ള പളുങ്കുപാത്രങ്ങൾ എന്നിവയെല്ലാം ഇറാന്റെ പവലിയനിലെത്തിയാൽ കാണാം. ഇറാന്റെ കുങ്കുമപ്പൂവ് ലോക പ്രശസ്തമാണ്. വ്യത്യസ്ത ഗുണത്തിലും മേന്മയിലുമുള്ള കുങ്കുമപ്പൂവാണ് ഇവിടെയുള്ളത്. ഗുണവും മണവുമുള്ള റോസാ പുഷ്പങ്ങൾ വാറ്റിയുണ്ടാക്കിയ ഇറാന്റെ റോസ് വാട്ടറിന് ആവശ്യക്കാർ ഏറെയുണ്ട്. गलता